ലോ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കേണ്ടെന്ന സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിന് പിന്നാലെയാണ് സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി നേതാക്കളും രംഗത്തെത്തിയത്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ നിരാഹാരം അവസാനിപ്പിക്കാനോ അറസ്റ്റിന് വഴങ്ങാനോ തയ്യാറല്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. എന്തു വന്നാലും നിരാഹാരമായിട്ട് മുന്നോട്ട് പോകും. കാരണം ഇതിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തിലെ പല സ്വാശ്രയ സ്ഥാപനങ്ങളും ഇടിമുറികളായിട്ട് മാറും. സിൻഡിക്കേറ്റ് തീരുമാനത്തോടെ CPM-ന്റെയും സർക്കാരിന്റെയും വഞ്ചന ബോധ്യമായെന്ന KPCC അധ്യക്ഷൻ VM സുധീരൻ. കേരള സർക്കാരിന്റെയും CPM-ന്റെയും വിദ്യാർത്ഥി വഞ്ചന വളരെ കൃത്യമായി സംശയാതീതമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തോടെ സാധിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. സിൻഡിക്കേറ്റിൽ കൃത്രിമമായ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സർക്കാരിന്റെ ശക്തമായ മുഖ്യമന്ത്രിയുടെ ശക്തമായ നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലയിൽ പോയി സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്ത് അതിന് സർക്കാരിന് അനുകൂലമായ തീരുമാനമെടുത്തു. അതേസമയം ലോ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കണമെന്ന ആവശ്യം തങ്ങൾക്കില്ലെന്ന് ABVP-യും വിദ്യാർത്ഥി പ്രതിനിധികളും വ്യക്തമാക്കി. പ്രിൻസിപ്പൽ രാജിവെച്ച കോളേജ് തുറക്കാനുള്ള സാഹചര്യമുണ്ടാക്കണം. ഇന്നത്തെ സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ പ്രധാനമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നൊരു വിഷയം കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക എന്നുള്ളതാണല്ലോ. ABVP നേരത്തെയും ആവശ്യപ്പെട്ടിട്ടില്ല ക്യാമ്പസിന്റെ അഫിലിയേഷൻ റദ്ദാക്കണമെന്നുള്ളത്. അഫിലിയേഷൻ റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യം ഒരിക്കലും ഞങ്ങൾ വിദ്യാർത്ഥി സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടില്ല. സിൻഡിക്കേറ്റ് യോഗം നടക്കുമ്പോൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടന്ന വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ക്യാമ്പസിലേക്ക് തള്ളിക്കയറിയ KSU ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.